മലേഷ്യയിൽ ഒരുപാട് ബീച്ചുകളുണ്ട്, നല്ല മനോഹരമായിട്ടുള്ള ബീച്ച്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബീച്ച് എന്നുള്ളത് മലാക്കയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ മസ്തിത്താനി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ നമ്മൾ പോകാൻ കാരണം പിന്നെ ഇവിടെ ഒരു റിസോർട്ട് നടത്താൻ കൊടുക്കാണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാനും മലയും നിസാമും കൂടി യാത്ര ചെയ്തപ്പോഴാണ് ബീച്ച് റിസോർട്ടാണെന്ന് മനസ്സിലായത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ്. വൈകുന്നേര സമയങ്ങളിൽ ഞങ്ങൾ എത്തുന്ന സമയത്ത് വൈകുന്നേരം ആവുന്നേ ഉള്ളൂ, പക്ഷേ അപ്പോഴേക്കും ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ സാധാരണ ഒരുപാട് പ്രാവശ്യം ഇവിടെ മലേഷ്യ വന്ന് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ചൂടുള്ള ഒരവസരം അല്ലെങ്കിൽ അവസ്ഥ ഉണ്ടായിട്ടില്ല. നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂട് ഹ്യൂമിഡിറ്റി നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി സഞ്ചരിച്ചു. ഞങ്ങൾ റിസോർട്ട് കാണുന്നതിന് മുന്നേ ബീച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്നിങ്ങനെ ഇറങ്ങിയതായിരുന്നു. അവിടെ കുറേ കാഴ്ചക്കാരുണ്ട്. നല്ലൊരു വൃത്തിയുള്ള ബീച്ച്. ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റിസോർട്ടുള്ളത്. നമ്മൾ നോക്കാൻ വേണ്ടി പോയിട്ടുള്ള റിസോർട്ട്. ഇത് അവിടുത്തെ ഒരു കടല ഹണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നുമ്പോൾ നല്ല മധുരമുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾ പിന്നീട് അത് വാങ്ങി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഈ ഭാഗത്ത് നമുക്ക് കണ്ടത്. ബീച്ചിൻ്റെ ചില ഏരിയകളൊക്കെയാണ് ഈ കാണുന്നത്. നല്ല വെയിലാട്ടോ. മലേഷ്യയിൽ ആദ്യത്തെ ഇത്രയും ചൂട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ മലയാറ്റയിൽ അവിടെയൊക്കെ പോയി രാത്രി തിരിച്ചു വരുമ്പോൾ നല്ല മഴ ആയിട്ടുണ്ട്. അടുത്ത ദിവസം വലിയ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ ആയിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ ഈ പോയ ദിവസം ഇവിടെ നല്ല ചൂട്, ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ട്. കുറച്ചൊക്കെ നടന്നിട്ട് പകർത്തി, കാരണം വെയിൽ കടുപ്പായിരുന്നു. കുട്ടികൾ മണലിട്ടിട്ട് നമ്മുടെ നാട്ടിലത്തൊക്കെ പോലെ കളിക്കുക. ഏകദേശം ഒരു അസ്തമയ സമയത്താണ് പിന്നീട് ഇതാണ് നമ്മുടെ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ബീച്ച് റിസോർട്ട് എന്ന് പറയുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ഇത്. ബീച്ചിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ കുട്ടികൾക്ക് കളിക്കാൻ ഇതൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഏകദേശം ആളുകളൊക്കെ ബീച്ചിൽ വരുമ്പോൾ അവർ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. നല്ല വൃത്തിയുള്ള ബീച്ചാട്ടോ, നല്ല അടിപൊളി ബീച്ചാണ്. മലേഷ്യയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒന്ന് കണ്ടോളൂ, നല്ല അടിപൊളി അനുഭവമായിരിക്കും. അവിടെ റിസോർട്ട് മുതലാളിനായിട്ട് കച്ചവടമൊക്കെയാണ് നമ്മുടെ അളിയന്, അതുപോലെ നിസാം. റിസോർട്ടിനെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. ഞാനവിടെ നിന്ന് എല്ലാം കൂടെ സ്കൂട്ടായിരുന്നു. ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു ഹോട്ടൽ ഇതും നടത്താൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചയും കാര്യങ്ങളും നടക്കുകയാണ്. ഈ ഹോട്ടൽ നടത്താൻ കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ. ഇതാണ് നമ്മുടെ ഉദ്ദേശിച്ച ബീച്ച് റിസോർട്ട്. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് പോയപ്പോൾ ഫീൽ ചെയ്തത് ഒരു എന്താ പറയുക, ഒരു പഴമ നിലനിർത്തിയിട്ട് പുതുമ ഉൾക്കൊള്ളുന്ന റിസോർട്ട്, അങ്ങനെ തന്നെ പറയണം. പൈസ ഒക്കെ ഉണ്ടെങ്കിൽ മക്കൾ ഇവിടക്കൊന്ന് വന്നിട്ട് കണ്ടോളി. ഇത് രസമായിട്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സൂപ്പർ. പുറത്ത് ഭക്ഷണം കഴിക്കാനുള്ളൊരു സെറ്റപ്പാണത്. പഴയ ഓലൊക്കെ വെച്ചിട്ട് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഒരു മണിയറ ലുക്കൊക്കെയാണ്. ആ വൈറ്റ് കർട്ടനൊക്കെ താഴ്ത്തിയിട്ടിട്ട് നല്ല രസം തോന്നിയിട്ടോ. നല്ല ഒരു വൈബൻ അതിൻ്റെ ഉള്ളിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ. ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല, എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തു നമുക്ക്. ഇത് റിസോർട്ടിൻ്റെ പുറത്താണ്. ഇവിടെ അങ്ങനെ പ്രോഗ്രാം നടത്താനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. അളിയനൊക്കെ കൂടിയിട്ട് റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ട് ബീച്ചിലേക്കുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നിസാമുണ്ട് ഫോട്ടോ പിടിക്കുന്നത്. ഒരുപാട് വലിയ റിസോർട്ടൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ആ ഒരു സെറ്റപ്പ് ഭയങ്കര ഒരു രസമാണ്. റിസോർട്ടിൻ്റെ റൂമിലിരുന്ന ബീച്ചിലേക്കുള്ള നല്ല കാഴ്ച കാണാം.
പിന്നെ ഉള്ളിലിങ്ങനെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേകത, നമ്മൾ ഓരോ റൂമിലും ആ റൂമിൻ്റെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ വെള്ളം നിറച്ചിട്ട് കുറച്ച് നേരം കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ റിസോർട്ടിലത്തെ റൂം. നല്ല വൃത്തിയിലാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതിലൊക്കെയാണ് കിടക്കുക, ഓരോരുത്തർ വെള്ളം നിറച്ചിട്ട് പുറത്ത്. നല്ല അടിപൊളിയാണ്, നല്ല ഫീലാണ്. മുതലാളി ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പോയിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. അത് എല്ലായിടത്തും ഒന്ന് നടന്നു നോക്കി. കുറച്ച് ടീംസിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലൊക്കെ വെള്ളം നിറച്ച് കിടുന്നുണ്ടെങ്കിലല്ലോ മാഷാഅല്ലാഹ് അടിപൊളിയാണ്. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കണം കേട്ടോ. സമീൻ്റെ അളിയൻ്റെ ഇരുത്തം കണ്ട വിചാരിക്കും റിസോർട്ട് പൈസ കൊടുത്ത് ഇപ്പം തന്നെ മേടിച്ചിരിക്കണമെന്നുള്ളത്. ഞാൻ നിസാമും കൂടി അവിടെ പുറത്തേക്ക് ഇറങ്ങി പുറമേയുള്ള കാഴ്ചകളൊക്കെ വീക്ഷിക്കാൻ വേണ്ടി. ഇവിടെ നിന്ന് ലൈവായിട്ട് മീനെന്തൊക്കെ പൊരിച്ച് കൊടുക്കുക, അങ്ങനെ ഫുഡ് മുഴുവനായിട്ട് നമുക്ക് പിടിക്കൂല. അത്യാവശ്യം ഒരു അസ്തമയ സൂര്യൻ ഏകദേശം നമ്മുടെ മുന്നിൽ ഫീൽ ചെയ്യുന്ന സമയത്താണ് പിന്നെ ബീച്ചിലൊക്കെ ഇറങ്ങിയത്. വീഡിയോ പിടിക്കാനുള്ള പോയി. ബീച്ചിലൊക്കെ വന്നിരുന്നാൽ തന്നെ ഒരു പ്രത്യേക വൈബ് എന്ന് പറഞ്ഞാൽ മനസ്സിനാട്ടോ, കാഴ്ചക്ക് മാത്രമൊന്നുമല്ല, മനസ്സിനൊരു പ്രത്യേക. ഇവിടെ ഇങ്ങനെ എത്തിയപ്പോൾ നമ്മളെ കേരളത്തിലത്തെ പോലെ പൊന്നാനിയൊക്കെ ബീച്ചിൽ വന്ന പോലത്തെ ഒരു അവസ്ഥ തോന്നി. നല്ല തെങ്ങൊക്കെ ഇങ്ങനെ നിൽക്കുന്നു, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കാനും ഓടാനും ചാടാനൊക്കെ നല്ല രസമാണ്. മലേഷ്യയിലെ കുറേ ബീച്ചുകളുണ്ട് കേട്ടോ. ഭയങ്കര വൃത്തിയാണ്, വെള്ളമാണെങ്കിലും അതിൻ്റെ പരിസരമാണെങ്കിലും നല്ല നമുക്കൊരു വെറുപ്പ് തോന്നില്ല. ചില ബീച്ചുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് സ്മെല്ലും കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി സൗകര്യങ്ങളാണ്. നമുക്ക് കിടന്ന് ഉരുള് ചാട് മറി എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്രയും വൃത്തിയിലുള്ള ബീച്ചുകളാണ്. അത്രയും നന്നായിട്ടാണ് മലേഷ്യൻ ഗവൺമെൻറ് ഇതിനൊക്കെ പരിപാലിക്കുന്നത്. രണ്ട് കച്ചവടമുള്ള കടക്കണ്ടിട്ടുണ്ടല്ലോ ഉണ്ടാവും ഇവിടെ. ഇത്രയും സുഖമുള്ള നാട്ടോടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കടകളോട് വന്നത്. രാത്രി ഉണ്ടാവായിരിക്കും. കോഴിക്കോട് ബീച്ചല്ലല്ലോ ഇത്. ബീച്ച് എന്ന് പറഞ്ഞൊരു സംഭവം വരാണ്ട്. ഇതൊക്കെ ബീച്ചിന്റെ സൈഡിലുള്ള കച്ചവടക്കാരാണ്, മലേഷ്യക്കാരുണ്ട്. ആ വയറിളൊക്കെ എന്താ മാംഗോ ഇതാ ഉണക്കി പൊരിച്ച് പാക്കറ്റൊക്കെ അല്ല. ഈ മാംഗോ സാധാ മാംഗോ. പിന്നെ കുട്ടികൾ വോളിബോൾ കളിക്കുന്നുണ്ടാവും. കടലിലേക്ക് ആഴ്ന്നു പോകുന്ന സൂര്യൻ്റെ മനോഹരമായ കാഴ്ച. സൂര്യൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം എന്നോട് നിസാം പറഞ്ഞ് നിങ്ങൾ കടലിലെ നിന്നിട്ട് സൂര്യനെ പിടിക്കണം ഇല്ല. അപ്പം സൂര്യനെ കിട്ടണ സൂര്യൻ മുരുകൊടുത്ത് ഞാനൊക്കെ അങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. കൈ ഇങ്ങനെ വെച്ചാൽ കൈയിൻ്റെ ഇടയ്ക്ക് സൂര്യൻ ഇരിക്കുന്നത് പോലെയൊക്കെ. പിടിച്ചോ പിടിച്ചോ പിടിക്കാൻ നോക്കിയവരൊക്കെ സൂര്യൻ കയ്യിൽ കിട്ടില്ല. അത്
ഒരു മോളം കൂടി കെട്ടിക്കല്ലേ. അപ്പോൾ ഒക്കെ മലേഷ്യയിലെ മസ്ജിത്താൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബീച്ചിൻ്റെ കാഴ്ചകൾ. കുറേ ഫാമിലീസ് വൈകുന്നേര സമയത്തൊക്കെ വന്നു വെച്ചിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. നമ്മൾ ഇതിലൊക്കെ പോയി ചാടണം. എന്തിനു വെറുതെ നമ്മളവിടെ പോയി നിൽക്കണൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ വീണ്ടും പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചുമ്മാ അങ്ങനെ ഓരോ ഭാഗത്തേക്ക് ഓരോ പ്രോഗ്രാമുമായിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോസാണ് മലേഷ്യ വരുന്നതിന് ഉപകാരപ്പെടുന്നത്. റിസോർട്ടിലേക്ക് ആരെങ്കിലൊക്കെ പ്രോഗ്രാം നടത്തണമെങ്കിൽ പറഞ്ഞു റൂട്ടോളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവസാനം നമുക്ക് കടല കുറച്ച് വാങ്ങി ആരും തിന്നൂലെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷേ കുറച്ച് കിട്ടിയുള്ളൂ. ഫാമിലി കളിക്കുന്ന കാഴ്ച. ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ ബൈ ബൈ.